Hi everyone, welcome back to PC Challenger ആപ്പിന്റെ SSC RRB യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു PYQ സെക്ഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഷെഡ്യൂൾ ആയിട്ട് പോകുന്ന ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷന്റെ തന്നെ PYQ ക്വസ്റ്റ്യൻസ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ NDPC എക്സാംസിന് ചോദിച്ചിട്ടുള്ള റെയിൽവേ എക്സാമിന്റെ NDPCക്ക് ചോദിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോക്കുള്ളിൽ പോയി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിനുള്ളിലോട്ട് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ സിംപ്ലിഫിക്കേഷന്റെ ടോപ്പിക്കാണ്. അപ്പൊ സിംപ്ലിഫിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം പഠിക്കാനുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ നമുക്ക് ബോഡ് മാസ് എന്നൊരു കാര്യം പഠിക്കാനുണ്ട്. ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് സിംപ്ലിഫിക്കേഷന്റെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പൊ നമുക്ക് റെയിൽവേ എക്സാംസിന് പൊതുവെ അത്രയും വലിയൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ചെറുതായിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഈ ബോഡ് മാസ് എക്സാക്ട്ലി ബ്രാക്കറ്റ്, ഈ ബോഡ് മാസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ, എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ. എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. ബി ഫോർ ബ്രാക്കറ്റ് ആണ്, ഒ ഫോർ ഓഫ് ആണ്, ഡി ഫോർ ഡിവിഷൻ ആണ്, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡിഷൻ, എ ഫോർ സബ്ട്രാക്ഷൻ. അപ്പൊ എക്സാക്ട്ലി ഈ ബോഡ് മാസ് ഇത്രയും, അതായത് ഈ ബ്രാക്കറ്റ് വെച്ചും ഓഫ് വെച്ചും ഡിവിഷൻ വെച്ചും ഇത്രയും വലിയൊരു സിംപ്ലിഫിക്കേഷൻ നമുക്ക് പൊതുവെ SSC എക്സാംസിലൊക്കെ കുറച്ച് നല്ല രീതിക്ക്, SSC ബാങ്ക് എക്സാംസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിയ രീതിക്കുള്ള സിംപ്ലിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അത്രയും ലെവലിൽ നമുക്ക് RRBക്ക് ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ഒരു 2-3 വാല്യൂസ് തന്നിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. സിംപ്ലിഫൈ ചെയ്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഈസിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്താ, നമുക്ക് എക്സാമിന് ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ടൈമിനുള്ളിൽ ചെയ്യണമെങ്കിൽ കുറച്ച് രീതിക്ക് ഷോർട്ട് കട്ട്സും കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും കുറച്ച് അഡിഷൻ ട്രിക്സും ഒക്കെ അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതൊക്കെയാ ക്വസ്റ്റ്യൻ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഓക്കെ, നോക്കിക്കേ. എക്സാക്ട്ലി പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. 2/9 പ്ലസ് 3/5 ഡിവൈഡഡ് ബൈ 2/9 പ്ലസ് 2/5. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കിക്കേ. 2/9 പ്ലസ് 3/5 ഡിവൈഡഡ് ബൈ 2/9 പ്ലസ് 2/5. ഇനി ഇതൊരു ഫ്രാക്ഷൻ നമ്പർ ആണ്, അല്ലെ? ഫ്രാക്ഷൻ ആകുമ്പോൾ 2/9 എന്നും 3/5 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ചെയ്യാടാ? 2/9 പ്ലസ് 3/5 എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ LCM എടുക്കണം, അല്ലെ? അപ്പൊ 9നും 5നും കോമൺ ആയിട്ട് നമ്മൾ LCM എടുത്താൽ എത്ര വരും? 9 × 5 45 ആണ്. മുകളിൽ എന്ത് ചെയ്യണം? 2 × 5 പ്ലസ് 3 × 9 കൊടുക്കണം. ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ എന്താ, താഴെ 45 വരണം. മുകളിൽ 2 × 5 2 × 9 കൊടുക്കണം. അപ്പൊ ഇനി ആൻസർ എന്ത് കിട്ടി? 2 × 5 10 ആണ്. 10 പ്ലസ് 3 × 9 27 ഡിവൈഡഡ് ബൈ ഒരു 45 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 × 5 10 ആണ് പ്ലസ് 2 × 9 18 ആണ് ഡിവൈഡഡ് ബൈ ഒരു 45. 45 ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ട്? 10 പ്ലസ് 27 37 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 80 28 ആണ്. 37/28 ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ എ. അപ്പൊ ക്ലിയർ അല്ലേ? എന്ത് ചെയ്തു? ഒരു ഫ്രാക്ഷൻ, 2 ഫ്രാക്ഷൻ വാല്യൂസ് ആയിരുന്നു. താഴെ ഡിനോമിനേറ്ററിൽ 9നും 5ഉം ഉണ്ടായിരുന്നത് കൊണ്ട് LCM ഓഫ് 9,5 കണ്ടുപിടിച്ചു. 9,5യുടെ LCM എന്താ? 9 × 5 45 ആണ്, അല്ലെ? 9,5യുടെ LCM എന്ന് പറയുന്നത് നമുക്ക് 45 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിൽ 45 കൊടുത്തു, മുകളിൽ 2 × 5 പ്ലസ് 3 × 9 ചെയ്തു. ക്രോസ് ചെയ്തു. അത്രയുള്ളൂ. 2 × 5 3 × 9 ചെയ്തു. അതുപോലെ തന്നെയാണ് താഴെ 2 × 5 2 × 9 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 37/28 ആണ് ആൻസർ ഉള്ളത് കിട്ടി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 18 പ്ലസ് 2 × 3.3 ഡിവൈഡഡ് ബൈ 0.003, അല്ലെ? ഇനി എന്താ ചെയ്യുക? നമുക്ക് നമ്മളുടെ ബോഡ് മാസ് അനുസരിച്ച് BODMAS, അല്ലെ? ബോഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഓഫ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം, അത് കഴിഞ്ഞ് ഡിവിഷൻ കൺസിഡർ ചെയ്യണം, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ.
അപ്പൊ എന്ത് ചെയ്യണം? 2 into 3.3 ചെയ്തിട്ട് മാത്രമേ അവിടെ 18 ആഡ് ചെയ്യാവൂ അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 18 plus 2 into 3.3 എങ്ങനെ എഴുതാം? 6.6 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.003. ഇനി 18 plus 6.66 നെ എങ്ങനെ എഴുതാം? 24.6 ഡിവൈഡഡ് ബൈ 0.003 ആണ്. ഇനി 24.6 നെ എങ്ങനെ എഴുതാം? 246 ഡിവൈഡഡ് ബൈ ഒരു 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താവും? 0.03 എന്ന് മാറും. ഇനി അഗൈൻ എനിക്ക് ഈ 3യെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? 246 ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മുകളിൽ 3 0 താഴെ വെറും 3 ആയിട്ട് മാറും. ഫ്രാക്ഷൻ വാല്യൂവിനെ ഡെസിമൽ വാല്യൂവിനെ നമ്മൾ ഒരു വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് 0.003 എന്നുണ്ടായിരുന്നു. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയുള്ളത്? 3 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു ഒരു 1000 ചെയ്തിട്ട് അതുപോലെ ഡിവൈഡഡ് ബൈ ഒരു 1000 ചെയ്യും. അപ്പൊ ഇതെന്താവും? 3/1000 എന്നാവും. ക്ലിയർ അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ 1000 ഇത് മുകളിൽ പോയപ്പോ 24.6 എന്നുള്ളത് 24600 ആയിട്ട് മാറി. ഇനി 3ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്താലോ? 8 3s are 24, 2 3s are 6, 200. അപ്പൊ എത്ര കിട്ടി? 8200 ആണ് ആൻസർ എന്ന് കിട്ടി. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേടാ എങ്ങനെ ചെയ്തു എന്നുള്ളത്? പോയിന്റ് വാല്യൂ വന്നത് കൊണ്ട് മാത്രം ആ പോയിന്റിനെ ഒന്ന് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ആ പോയിന്റിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെ എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? യെസ്. തേർഡ് ക്വസ്റ്റ്യൻ പോയാലോ? നോക്കിക്കേ. 50 plus 0.5 into 20 ഡിവൈഡഡ് ബൈ 0.7 ആ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? 50 plus 0.5 into 20 the whole divided by 0.7 അല്ലെ. ഇനി എന്താ? 50 plus 0.5 എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലെ. 1/2 into 20 ഡിവൈഡഡ് ബൈ 0.7 7/10 എന്ന് എഴുതാം. ഇനി 50 plus 2 into 20 ക്യാൻസൽ ചെയ്താൽ 10 ആണ്. 50 plus 10 ഡിവൈഡഡ് ബൈ 7/10. ഇനി ഇതിനെ എങ്ങനെ എഴുതാടാ? 50 plus 10 60 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 7. 10 എന്താകും? മുകളിൽ പോകും. ഇൻറ്റു 10 ആയി. ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്ററിലായിട്ട് മാറും. ഇനി എന്തായി? 60 into 10/7. അപ്പൊ എന്താ? 600/7 അല്ലെ. 600നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡിവിഷൻ അറിയാമല്ലോ നമുക്ക്. 600നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 7 56. 8 7s are 56. ബാക്കി 4 ഉണ്ട്. 40. 7 5 35. ബാക്കി 5 ഉണ്ട് അല്ലേ? യെസ്. ഓക്കെ. ബാക്കി 5 കിട്ടി. ഇനി എന്ത് ചെയ്യാ? 50 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 50 ആക്കാം. അപ്പൊ എന്ത് കിട്ടി? 8 times 56 കഴിഞ്ഞു. 7 times 49 എന്ന് കിട്ടി. റിമൈൻഡർ വീണ്ടും 1 കിട്ടും. വീണ്ടും 0 പോണം. വീണ്ടും ഒരു തവണ 7 പിന്നെ 3 പൊയ്ക്കൊണ്ടിരിക്കും അല്ലെ. 85.71. ഓപ്ഷൻ സി 85.71 ആണ് നമ്മളുടെ ആൻസർ. അപ്പൊ 600നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 85.71 ആണ് ആൻസർ കിട്ടിയത്. ക്ലിയർ അല്ലേടാ? ഫ്രാക്ഷൻ വാല്യൂ ആയിരുന്നു. അപ്പോൾ ഡെസിമൽ വാല്യൂ ആണ് ആൻസർ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിംപ്ലിഫൈ. നമ്മൾ കുറച്ച് മുമ്പേ ഒരു ഡിവൈഡഡ് ബൈ 9ഉം 7ഉം ഡിവൈഡ് ബൈ 9ഉം 5ഉം എന്തോ ചെയ്തതുപോലെ ഇത് 2/7 നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. 3/5 ഡിവൈഡഡ് ബൈ 2/5 പ്ലസ് 2/7. എന്ത് ചെയ്യണം? താഴെ LCM എടുക്കാം അല്ലെ. LCM എടുക്കുമ്പോൾ 2 into 5 plus 3 into 7 ഡിവൈഡഡ് ബൈ 7 into 5 എത്രയാണ് LCM? 45 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? 2 into 7 plus 2 into 5 ഡിവൈഡഡ് ബൈ 5 into 7 35 ആണ്. 5 into 7 എത്രയായിട്ടാ? 35 ആണ്. Okay, 35 ക്യാൻസൽ ആയി. ബാക്കി എത്രയുണ്ട്? 10 plus 21 ഡിവൈഡഡ് ബൈ 14 plus 10. അപ്പൊ എത്ര കിട്ടിയടാ? 31/24. ഓപ്ഷൻ എ തന്നെയല്ലേ? 31/24. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് മാത്രമേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോ
മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അത് തന്നെയാണ് എന്ത് ചെയ്തു, ഒരു നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് അവർ ചോദിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിംപ്ലിഫൈ -0.46 into -0.46 divided by -0.46 plus 0.46. അപ്പൊ എന്തായി? -0.46 into -0.46 divided by -0.46 plus 0.6. -0.46 മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്ത് പറയാടാ? പ്ലസ് എന്ന് പറയാം. അപ്പോ 4.6ന്റെ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ -4.6 പ്ലസ് 0.6. എന്താവും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്തായി? -4 എന്ന് കിട്ടും. അപ്പോ 4.6 ഡിവൈഡഡ് ബൈ -4. അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി വരത്തില്ല അല്ലേ? ഇനി നോക്കിക്കേ, 4.6 ദ ഹോൾ സ്ക്വയർ ആണ്. 4.6നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 4.6 എങ്ങനെ എഴുതാൻ പറ്റും? 46/10 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 4 എന്ന്. അപ്പൊ ഇതെങ്ങനെയായടാ? 46 സ്ക്വയർ ബൈ 100 into 4. അപ്പൊ എന്തായി? 46 സ്ക്വയർ ബൈ 400 എന്ന് മാറും അല്ലെ? ഇനി 46 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 46 into 46 ഡിവൈഡഡ് ബൈ 100 into 4. അപ്പോ 2ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 23 ആണ്. അതുപോലെ ഇവിടെയും 2ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്താൽ ഇവിടെയും 23 ആണ്. അപ്പൊ 23 into 23 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 23 into 23 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 529 ഡിവൈഡഡ് ബൈ 100. 529 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എത്രയാടാ? 529 ഡിവൈഡഡ് ബൈ 100 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ? 5.29. രണ്ട് സ്ഥാനം മാറ്റിയല്ലേ പോയിന്റ് ചെയ്യേണ്ട? ഡിവൈഡഡ് ബൈ 100 രണ്ട് പൂജ്യമല്ലേ ഉള്ളത്. അപ്പൊ 5.29 മൈനസ് മിസ് ചെയ്തില്ലേ? മൈനസ് എവിടെയാ? 4ന്റെ മൈനസ് ഉണ്ട്, -4. ഓക്കെ, -46 സ്ക്വയർ -46 സ്ക്വയർ -23/100 -529/100 -5.29. അപ്പൊ ഓപ്ഷൻ എ -5.29 ആണ്. ഞാൻ ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ചോ. 4.6നെ ഞാൻ എങ്ങനെ എഴുതി? -4.6 into -4.6 ആണ്, ഡിവൈഡഡ് ബൈ -4.6 പ്ലസ് 0.6 ആണ്. ഇനി ഞാൻ -4.6നെ 4.6 ഹോൾ സ്ക്വയർ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ -4.6 പ്ലസ് 0.6നെ 4 -4 എന്ന് എഴുതി. ഇനി -4.6 into 4.6 ഡിവൈഡഡ് ബൈ 4 എന്താക്കാം? 2ന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2, ഇവിടെ 2.3 ആണ്, ഇവിടെയും 2.3 ആണ്. ഇനി എന്താ? -2.3 into 2.3 ചെയ്താലും മതി. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5.29 -5.29 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ -5.29 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇങ്ങനെയും ചെയ്യാം. ഡിവൈഡഡ് ബൈ 100 കൊടുത്ത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ രീതി, അതായത് 4.6നെ 46/100 എന്ന് എഴുതാം. 46/100 into 46 46/10 into 46/10 into 46/10 എന്ന് എഴുതാം അല്ലെ? ഓക്കെ, 46/10 into 46/10 ഡിവൈഡഡ് ബൈ -4 എന്ന് എഴുതാം. അപ്പൊ ഇതെങ്ങനെ മാറും? 46 into 46/100 into 10 -4 മൈനസ് ഇവിടെ മുകളിൽ കൊടുത്തു. 2ന് ക്യാൻസൽ ചെയ്താൽ 23 ഇപ്പൊ എന്ത് കിട്ടി? -23 into 23 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര കിട്ടി? 529/100 5.29 എന്ന് കിട്ടും. മൈനസ് മറക്കല്ല്, -5.29 ഓപ്ഷൻ. ക്ലിയർ അല്ലേ? രണ്ട് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിംപ്ലിഫൈ എന്താ പറഞ്ഞിട്ടുള്ളത്? 9/13 ഡിവൈഡഡ് ബൈ 18/26 ഡിവൈഡഡ് ബൈ 90/52. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. എന്താന്ന് വെച്ചാല് 9/13 നമുക്ക് 9/13 എന്ന് എഴുതാം. then അതിന്റെയും ഡിവൈഡഡ് ബൈ 18/6 ആണ് അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റെസിപ്രോക്കൽ ആയിട്ട് എഴുതാം. 26/18 എന്ന് എഴുതാം അല്ലെ? ഇനി അതിന്റെയും ഡിവൈഡഡ് ബൈ 90/52 ആണ്. അപ്പൊ നമുക്ക് ബോർഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആണ്, പക്ഷെ ഇവിടെ ഡിവിഷൻ എല്ലാത്തിലും ഡിവിഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ടേം മാത്രം ആദ്യം ചെയ്യുക.
ഓക്കെ അല്ലേ? ആദ്യം 2 ടേം മാത്രം ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ് ആണ്, ഇവിടെയും 2 ടൈംസ് ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ 1/, അഗൈൻ ഇനി എന്ത് ചെയ്യണം? ഇത്രയ്ക്കും ആൻസർ എനിക്ക് എന്ത് കിട്ടിയടാ? 1 എന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ 1/90/52 ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ മാറും? 52/90 എന്ന് മാറും. ഇനിയോ അതൊന്നും റെസിപ്രോക്കൽ ആയിട്ടല്ലേ മാറുന്നേ? ഇനി 52/90 ചെയ്യുമ്പോഴോ 26, ഇവിടെ 45. 26/45 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. 26/45. ഏത് ആൻസർ? ഓപ്ഷൻ സി, 26/45 ആണ്. ക്ലിയർ ആണോടാ? 26/45 എന്ന ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എങ്ങനെ ചെയ്തു എന്നുള്ളത് ക്ലിയർ അല്ലേ? എല്ലാം ഡിവിഷൻ ആയതുകൊണ്ട് ഇത് ഒറ്റ സ്റ്റെപ്പില് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 9/13 എന്ന് എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ടൈമിന്റെ റെസിപ്രോക്കൽ ഡിവിഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിനെ റെസിപ്രോക്കൽ ആയിട്ട് എടുക്കുക. അതായത് 18/26നെ എങ്ങനെ എടുത്താൽ മതി? 18/26നെ എങ്ങനെ എടുത്താൽ മതി? 26/18 എന്ന് എടുത്താൽ മതി. അതുപോലെ തന്നെ 90/52നെ 52/90 എന്ന് എടുത്താൽ മതി. ഇനി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ്, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ്, ഇതും ക്യാൻസൽ ആയപ്പോ ഇവിടെ 26/45. 2ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്യുമ്പോൾ 56 2 ക്യാൻസൽ ചെയ്താൽ 26 തവണ ഡിവൈഡഡ് ബൈ 45. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഉള്ളവർക്ക് ആദ്യത്തെ 2 ടേം ചെയ്ത് ആൻസർ എടുത്തിട്ട് അതിന്റെ ഡിവൈഡഡ് ബൈയിൽ അടുത്ത ടേം ചെയ്യും. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 26/45 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇടയ്ക്ക് കുറച്ച് നമ്മൾ മിസ് ചെയ്തത്. ഓക്കെ, നോക്കിക്കേ. ഇവിടെ പറയുന്നുണ്ട് y ഈക്വൽ ടു എന്താടാ പറയുന്നത്? y ഈക്വൽ ടു 2x - 1 ഡിവൈഡഡ് ബൈ x + 3 ആണ്. ഫൈൻഡ് x when y ഈക്വൽ ടു 1. x എന്താണെന്ന് കണ്ടുപിടിക്കണം. y യുടെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വൈക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? y ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 1 ഈക്വൽ ടു 2x - 1/x + 3 അല്ലേ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ചെയ്യാം. ഈ ടേമിനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1 × x + 3 ഈക്വൽ ടു 2x - 1. 1 × x + 3 ചെയ്താലോ? x + 3 ഈക്വൽ ടു 2x - 1. ഇനിയോ എക്സിനെ ഒരു സൈഡ് കൊണ്ടുപോകാം, നമ്പറിനെയൊക്കെ ഒരു സൈഡ് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? 3 - 1 ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് വന്നാൽ +1 ഈക്വൽ ടു 2x. എക്സ് ഇപ്പുറത്തെ സൈഡ് വന്നാൽ -x. അപ്പൊ എന്ത് കിട്ടി? x = 4 എന്ന് കിട്ടി. x = 4. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഫൈൻഡ് x അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ എ, x = 4 എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേടാ? വൈയുടെ വാല്യൂ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ മാത്രം കൺഫ്യൂഷൻ വരാണ്ടിരുന്നാൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പവേഴ്സ് വരുന്നത്. സോൾവ് 10⁻9 × 10⁻2 ഡിവൈഡഡ് ബൈ 10⁻3. ഇത് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറഞ്ഞു തന്നോട്ടെ. സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുള്ളിൽ വരുന്ന കാര്യം. a പവർ m × a പവർ n എങ്ങനെ എഴുതാം? നമുക്ക് a പവർ m + n എന്ന് എഴുതിക്കൂടെ? എഴുതാം. a പവർ m × a പവർ n നെ a പവർ m + n എന്ന് എഴുതാം. ഇനി അതുപോലെ a പവർ m ഡിവൈഡഡ് ബൈ a പവർ n നെ എങ്ങനെ എഴുതാം? a പവർ m - n എന്ന് എഴുതാം. ഇതെല്ലാം നമ്മള് ടോപ്പിക്കിനുള്ളിൽ വരുന്നതാ. a പവർ m × a പവർ n ആണെങ്കിൽ അതിനെ a പവർ m + n എന്ന് എഴുതാം. a പവർ m / a പവർ n ആണെങ്കിൽ a പവർ m - n എന്ന് എഴുതാം. ഇനി അടുത്തത് a പവർ m × a പവർ - n ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? a പവർ m - n എന്ന് എഴുതാം. ക്ലിയർ അല്ലേടാ? ഇനിയോ a പവർ m × a പവർ a പവർ m a പവർ n നെ a പവർ m - n എന്ന് എഴുതാം. അതർവൈസ് ഇതിനെ എങ്ങനെ എങ്ങനെ എഴുതാം? നമുക്ക് a പവർ m / a പവർ n എന്നും എഴുതാം. ക്ലിയർ അല്ലേടാ? ഇതിനെ തന്നെ തിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോ ഇത് a പവർ n ഉം a പവർ m ഉം a പവർ n ഉം വരുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഇനി നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 10⁻9 × 10⁻2 ഡിവൈഡഡ് ബൈ 10⁻3 ആണ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10⁻9 × 10⁻2 × 10⁻
-3 എന്ന് എഴുതാം അല്ലെ. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് മുകളിൽ പോകുന്നു. നമ്മൾ പഠിച്ചു 1/a⁴n നെ a⁻n എന്ന് എഴുതാം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് -n. അതിനെയാണ് ഞാൻ ഇവിടെ തിരിച്ച് രണ്ടാമത് ഒരിക്കൽ കൂടെ പറഞ്ഞത്. 1/a⁻n നെ a⁻n എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? a⁻3. അപ്പൊ 10⁻9 + 2 -3. a⁻m × a⁻n എന്ന് വെച്ചാൽ a⁻m+n അല്ലേ. അപ്പൊ 10 + 2 -3 എന്ന് എഴുതി. അപ്പൊ എന്ത് കിട്ടി? 10⁻11 -3. എന്താണ് ആൻസർ വരിക? 10⁻11. 11ൽ നിന്ന് 3 കുറച്ചാൽ എന്താ കിട്ടുക? നമുക്ക് 8 ആണെന്നുള്ളത് കിട്ടും. അപ്പൊ 10⁻8 10⁻8 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ എ 10⁻8 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ a⁻n a⁻n m എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് ക്ലിയർ ആയിട്ട് എടുത്ത് എഴുതി വെക്കുക. ഇത് നമ്മുടെ ടോപ്പിക്കിനുള്ളിൽ വരുന്നതാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളതാണ്. 10 പവേഴ്സ് 10 അല്ല, ഏതെങ്കിലും നമ്പറിന്റെ പവേഴ്സ് തന്നിട്ട് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. a⁻x + y = a⁻6 and x is greater than y by 2. Find x. എന്താണ് മീൻ ചെയ്യുന്നത്? a⁻x + y എന്ന് വെച്ചാൽ a⁻6 ആണ്. a⁻6 ആണ്. ആൻഡ് x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ y ആണ്. y എത്രയെന്നാ പറയുന്നത്? by 2 ആണ്. അപ്പം x - y എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കണം? 2 ആയിരിക്കണം അല്ലെ. അതായത് x y-യേക്കാൾ 2 കൂടുതലാണ് അല്ലെ. x is equal to y + 2 ആയിരിക്കണം. x y-യേക്കാൾ 2 കൂടുതലാണ്. അതല്ലേ മീൻ ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ y by 2 എന്നല്ലേ മീൻ ചെയ്യുന്നത്? എസ്. അപ്പൊ x എന്ന് പറയുന്നത് y-നേക്കാൾ 2 കൂടുതലാണ്. ഇനി a⁻x + y = a⁻6. ഇത് ക്യാപിറ്റൽ A ആണ് ഇടാ. a⁻6. ഇനി എന്ത് ചെയ്യാ? a⁻x പവേഴ്സിനെ a⁻m = a⁻n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്തൂടെ? ബേസ് വാല്യൂ സെയിം ആണെങ്കിൽ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്തൂടെ ചെയ്യാം. അപ്പൊ m = n എന്ന് എടുക്കാം. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇത് എങ്ങനെ എടുക്കാം? a⁻x + y = a⁻6 ആണെങ്കിൽ x + y = നമുക്ക് എങ്ങനെ എടുക്കാം? 6 ആണെന്ന് എടുക്കാം. അപ്പൊ x + y 6 ആണെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു കേസ് x - y എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഞാൻ ആഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ x + x 2x ആണ്. 2x = ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. അപ്പം x = എന്താ? 8/2 4 ആണ്. അപ്പൊ x 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് x അല്ലേ. അവിടെ നിർത്തിയാൽ മതി. ഇനി y കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം x = 4 ആണ്. അപ്പൊ ഓപ്ഷൻ ബി 4 ആണ് നമ്മളുടെ ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y × y⁴ - y² - y when y = 5 എന്നാ പറയുന്നത്. നോക്കിക്കേ, y × y⁴ - y² - y when y = എന്താടാ? y = 5 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ y = 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഇരിക്കുന്ന സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. 5 × 5⁴ - 5⁴ - 5 എന്താണ്? അപ്പൊ എന്ത് കിട്ടി? 5 × 5⁴ എന്ന് വെച്ചാൽ എത്രയാടാ? 5⁴ എന്ന് വെച്ചാൽ നമുക്ക് 5³ എന്ന് പറയുമ്പോ 125 125 × 5 625 ആണ് അല്ലെ. അപ്പൊ 625 - 5² എന്ന് വെച്ചാൽ 25 - 5 = എന്ത്? 5 × 625 -25 -5 കൂടെ ചെയ്താൽ -30 = എത്ര? അപ്പൊ എന്ത് കിട്ടി? 5 × 595. അപ്പൊ 5 × 595 595നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 25 2 45 47 4 25 4 29 2975. ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ബി 2975 എന്ന് പറയുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. സിമ്പിൾ അല്ലടാ സിംപ്ലിഫിക്കേഷൻ. നമുക്ക് റെയിൽവേക്ക് വരുന്ന സിംപ്ലിഫിക്കേഷൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഫോം ആണ്.
എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഡിവൈഡഡ് ബൈ എന്ന് വരുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ വരുന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ എടുക്കണം, ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 സ്ക്വയർ മൈനസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് മൈനസ് 6 സ്ക്വയർ. എങ്ങനെ എഴുതാൻ പറ്റുക? 2 സ്ക്വയർ മൈനസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് മൈനസ് 6 സ്ക്വയർ. ഈസി ആയിട്ട് എഴുതിക്കൂടെ? വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലേ? 2 സ്ക്വയർ മൈനസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് മൈനസ് 6 സ്ക്വയർ. ക്യൂബ് വാല്യൂസും സ്ക്വയർ വാല്യൂസും ഒക്കെ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. മൈനസ് 3 ക്യൂബിനെ എങ്ങനെ എഴുതാം? നമുക്ക് 27 എന്ന് എഴുതാം അല്ലെ? ഇനി 4 ക്യൂബിനെയോ 64 എന്ന് എഴുതാം. 6 സ്ക്വയറിനെയോ 36 എന്ന് എഴുതാം. ഇപ്പൊ എന്ത് കിട്ടി? 4 മൈനസ് 27 മൈനസ് 23 അല്ലെ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിനെ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സിമ്പിൾ കൊടുക്കണം. അപ്പൊ മൈനസ് 23 പ്ലസ് 64 മൈനസ് 36. വീണ്ടും എന്തായി? മൈനസ് 23 പ്ലസ് 64ൽ നിന്ന് 36 കുറച്ചാൽ 28. എന്ത് കിട്ടി? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ വലിയ നമ്പറിന്റെ സൈന് പ്ലസ് ആണ്. അപ്പൊ 23ൽ നിന്ന് 28ൽ നിന്ന് 23 കുറച്ചാൽ നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി 5 ആണ് നമ്മളുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9876 പ്ലസ് 34.567 മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് is equal to 9908.221 എന്നാ പറയുന്നത്. അപ്പോ 9876 അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 34.567 കൊടുക്കണം. ആഡ് ചെയ്ത് നോക്കിക്കേ. 765 099. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാ? 9910.567. ഇനി അടുത്തതോ? ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത് ഏതാ? 9908.221 കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴോ 643.20 അല്ലെ? 2.346 എന്ന് കിട്ടണം. 2.346 ഏതാ? ഓപ്ഷൻ ഡി 2.346 ആണ് നമ്മളുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പോ ഓക്കെ അല്ലേ? എന്ത് ചെയ്തു? ജസ്റ്റ് ആഡ് ചെയ്തു, എന്നിട്ട് കുറച്ചു. നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ആ ഫ്രാക്ഷൻ വാല്യൂസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 525 പ്ലസ് 252 ദ ഹോൾ സ്ക്വയർ മൈനസ് 525 മൈനസ് 252 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 525 ഇൻറ്റു 252. ഇവിടെ ഈ ക്വസ്റ്റ്യനില് ചെയ്യാൻ പറ്റും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 525ന്റെ കൂടെ 252 ആഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കാം. വലിയ വാല്യൂ ആയിരിക്കും വരുന്നത്. എത്ര വരിക? 777. 777ന്റെ സ്ക്വയർ മൈനസ് അതുപോലെ തന്നെ കുറച്ചിട്ട് എടുക്കുന്ന വാല്യൂന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 525 ഇൻറ്റു 252 ചെയ്യാം. കാൽക്കുലേറ്റീവ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഞാനൊരു സിംപ്ലസ്റ്റ് വഴി പറഞ്ഞുതരാം. 525 പ്ലസ് 252 ദ ഹോൾ സ്ക്വയർ അല്ലെ? മൈനസ് 525 മൈനസ് 252 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 525 ഇൻറ്റു 252. ഇതല്ലേ എന്റെ ക്വസ്റ്റ്യൻ. ഇനി ഇത് ചെയ്യാൻ പറ്റുന്ന ഈസി വഴി എന്ന് പറയുന്നത് 525 ഞാൻ എ ഈക്വൽ ടു 525 എന്നും ബി ഈക്വൽ ടു 252 എന്നും എടുത്തു. ഇപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. കിട്ടിയില്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഇനി നോക്കിക്കടാ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ ഫോർമുല? അറിയാലോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലോ ഫോർമുല എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഫോർമുല അറിയാം. ഞാൻ ഫോർമുല ഇതിൽ കൊടുക്കുവാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി ഈക്വൽ ടു എന്താവും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ab മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഇങ്ങനെയല്ലേ മാറുന്നത്? ഇനി എന്ത് ചെയ്തു? എ സ്ക്വയർ പോയി, ബി സ്ക്വയർ പോയി. ബാക്കി എന്ത് കിട്ടിയടാ? 4ab ബൈ എ ഇൻറ്റു ബി. നോക്കിക്കേ. 4ab ബൈ എ ഇൻറ്റു ബി. എ ബി ക്യാൻസൽ ആവത്തില്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 4 എന്ന് മാത്രം കിട്ടിയില്ലേ?
ഒരു വാല്യൂവും കൊടുക്കാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 4 ആണ് ആൻസർ, ഓപ്ഷൻ ബി. ഇത് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ഫൈനൽ ആൻസർ 4 തന്നെ കിട്ടും. അപ്പൊ ഇത്രയും വലിയൊരു നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് then അതിന്റെ സ്ക്വയർ എടുത്ത് അതിന്റെ ഡിഫറൻസ് എടുത്ത് അതിന്റെ സ്ക്വയർ എടുത്ത് അതിനെ 525 into 252 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് എന്ത് സമയം എടുക്കും? അതിനേക്കാളും a plus b into a minus b എന്ന് എടുത്തു. a plus b the whole square minus a minus b the whole square divided by ab എന്ന്. അത് സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. എന്താണ് കിട്ടിയ ആൻസർ? 4 എന്നുള്ള ആൻസർ മാത്രമായിട്ട് കിട്ടും. അപ്പൊ ഓപ്ഷൻ ബി 4 ആണ് നമ്മളുടെ ശരി. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും a plus b into a minus b ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, 22x minus 40 is equal to 207 plus 3x then x is equal to. സിമ്പിൾ ആണല്ലേ? 22x വന്നിട്ടുണ്ട്, മൈനസ് 40 എന്ന് പറയുന്നത് 207 പ്ലസ് 3x ഈക്വൽ ആണ്. നോക്കിക്കേ, 22x, എക്സിനെയൊക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. മൈനസ് 3x ഈക്വൽ ടു 207 പ്ലസ് 40 ആണ്. ഇനി എന്ത് കിട്ടി? 22xൽ നിന്ന് 3x കുറച്ചു കഴിഞ്ഞാൽ 19x ഈക്വൽ ടു 247. x is equal to 247 by 19. 19ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്താലോ? അതായത് 247 19 ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? ഒരു 19 19 57. 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 57 ആണെന്നുള്ളത് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? x is equal to 13 ആണ്. x is equal to 13 ആണ്. ഓപ്ഷൻ ബി 13 ആണ് നമ്മളുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സിന്റെ വാല്യൂസിന് ഒരു സൈഡ് കൊണ്ടുവരിക, കോൺസ്റ്റന്റ് വാല്യൂസിന് ഒരു സൈഡ് കൊണ്ടുവരിക, അവിടെ നിന്ന് ആഡ് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, ഡിവൈഡ് ബൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിംപ്ലിഫൈ 5 into x plus 2 plus 4x. അല്ലെ, 5 ഇത് x അല്ല, ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 into x plus 2 plus 4x. അപ്പൊ എന്തായി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5x into x plus 2 plus 4x. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. 5xനെ x plus 2ന്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടുക? 5x into x plus 5x into 2 plus 4x. 5x into x ചെയ്താൽ 5x സ്ക്വയർ ആണ്, പ്ലസ് 5x into 2 ചെയ്താൽ 10x ആണ്, പ്ലസ് ഒരു 4x കൂടെ അല്ലെ. ഇനി എന്തായി? 5x സ്ക്വയർ പ്ലസ് 14x എന്ന് മാറും. അപ്പൊ എന്ത് കിട്ടി? 5x സ്ക്വയർ പ്ലസ് 14x എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേടാ? സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4923 ഡിവൈഡഡ് ബൈ 547 മൈനസ് 10 ചെയ്താലോ? 4923 ഡിവൈഡഡ് ബൈ 547 മൈനസ് 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 4923 നിന്ന് 547 ഡിവൈഡ് ചെയ്യണം, അതിൽ നിന്ന് 10 കുറയ്ക്കണം. എങ്ങനെ ചെയ്യാം? 547ന്റെ എത്ര ടൈമാണ് 4923? എത്ര ടൈമാടാ? 4923നെ 547 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഡിവൈഡ് ചെയ്യുമ്പോ 8 തവണ കൊടുക്കുവാണെങ്കിൽ 8 ടൈംസ് കൊടുക്കാൻ പറ്റില്ലേ? 8 ടൈംസ് കൊടുക്കുവാണെങ്കിൽ 547 into 8 ടൈംസ് കൊടുക്കുവാണെങ്കിൽ എത്ര കിട്ടും? ഓക്കെ, വീണ്ടും പോകും. 547 into 9 ടൈംസ് കൊടുക്കുവാണെങ്കിൽ 10 ടൈംസ് കൊടുത്താൽ 5470 ആവും അല്ലെ. 3 6 2 4 കിട്ടും. 49 4923. യെസ്, 9 ടൈംസ് ആണ് 4923 അല്ലേടാ. അപ്പോ 4923 ഡിവൈഡഡ് ബൈ 547 മൈനസ് 10 ആണ്. 547ന്റെ 9 ടൈംസ് ആണ് 4923. അപ്പൊ 9 മൈനസ് 10 എന്ത് ചെയ്യും നമ്മള്? 9ൽ നിന്ന് 10 കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി -1. ക്ലിയർ അല്ലേടാ? 9ൽ നിന്ന് 10 കുറയ്ക്കേണ്ടതായത് കൊണ്ടാണ് നമുക്ക് -1 എന്ന് പറയുന്ന ആൻസർ വന്നത്. അടുത്തത് നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ. 8 power 2/3 എന്ന് വെച്ചാൽ എന്താ? ക്വസ്റ്റ്യൻ കാണാൻ സിമ്പിൾ ആണ്,
പക്ഷെ ചെയ്യാൻ ഒരു ചെറിയ ലോജിക് ഉണ്ട് അല്ലെ. 8ന്റെ പവർ 2/3 എന്ന് കൊടുത്തിട്ടുണ്ട്. 8ന്റെ പവർ 2/3 കണ്ടുപിടിക്കാൻ സാധ്യമാണോ? നോർമലി കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോ പാടാണ്. പക്ഷെ ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? 8 പവർ 2/3നെ 8നെ എങ്ങനെ എഴുതാം? 2ന്റെ ക്യൂബ് എന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 2ന്റെ ക്യൂബ് ദ ഹോൾ പവർ 2/3. ഇനി എന്തായി? a പവർ n ഇൻറ്റു n/m. എന്താവും അത്? എമ്മും എമ്മും ക്യാൻസൽ ആയി a പവർ n എന്ന് കിട്ടും. ഇങ്ങനെയല്ലേ? യെസ്. അപ്പൊ ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 2/3. 3 ക്യാൻസൽ ആയില്ലേ? യെസ്. അപ്പൊ എന്ത് കിട്ടി? 2 സ്ക്വയർ എന്ന് കിട്ടി. 2 സ്ക്വയർ എന്ന് വെച്ചാൽ ആൻസർ എത്രയാ? 4 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 4 ആണ്. ക്ലിയർ അല്ലേ? ഇല്ലെങ്കിൽ ഇത് അതർവൈസ് ചെയ്യേണ്ട വേറൊരു രീതി എങ്ങനെയാ? 8 പവർ 2/3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യാം? 8ന്റെ പവർ 1/3 ദ ഹോൾ പവർ 2 എന്ന് കൊടുക്കാം. അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് 8 ദ ഹോൾ സ്ക്വയർ. ക്യൂബ് റൂട്ട് ഓഫ് 8 നമുക്ക് എത്ര കിട്ടും? 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? 2 ആണ്. 2ന്റെ ദ ഹോൾ സ്ക്വയർ എത്ര കിട്ടി? 2 സ്ക്വയർ 4 എന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ ഓപ്ഷൻ സി 4 ആണ്. ഇതല്ലെങ്കിൽ ഇത്. 2 രീതിക്ക് ചെയ്താലും ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. w is equal to -2, x is equal to 3, y is equal to 0 and z is equal to -1/2. Find the value of w square into root of z square plus y square. അപ്പോൾ w square into root of z square plus y square ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. w യുടെ വാല്യൂ എത്രയാണ്? -2 ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് z സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡിനെ നമുക്ക് എന്താ വാല്യൂ തന്നിട്ടുള്ള? -1/2. -1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? 0 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? -2 ദ ഹോൾ സ്ക്വയർ. -2 ഇൻറ്റു -2 2ന്റെ സ്ക്വയർ 4 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പൊ 4 ഇൻറ്റു റൂട്ട് ഓഫ് 1/4 പ്ലസ് 0. 4 ഇൻറ്റു റൂട്ട് ഓഫ് 1/4. ഓക്കെ. റൂട്ട് ഓഫ് 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി 2 ആണ്. ക്ലിയർ അല്ലേടാ? -1/2 മൈനസ് എന്ന് പറയുന്ന വാല്യൂവിന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതവിടെ പോസിറ്റീവ് ആയിട്ട് മാറും. ദെൻ 1/2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 ആണ്. 1/4നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ 1/2 തന്നെയാണ്. ക്ലിയർ അല്ലേ? Okay, solve x minus 3 is equal to 3x plus 7. നേരത്തെ ചെയ്ത മോഡൽ തന്നെയാണ്. സിമ്പിൾ. x minus 3 is equal to 3x plus 7 ആണ്. എന്ത് ചെയ്യാ? x എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പം x minus 3x is equal to 7 plus 3. x minus 3x ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -2x എന്ന് കിട്ടും. Equal to 10 ആണ്. x is equal to 10/-2. അപ്പൊ x is equal to എന്ത് കിട്ടുക? -5 എന്നുള്ള ആൻസർ കിട്ടും. മൈനസ് എഴുതരുത്, -5. കാരണം +5 ഓപ്ഷനിലുണ്ട് അല്ലെ. 5 എന്നുള്ള ആൻസർ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അവിടെ എന്ത് മൈനസ് മിസ് ചെയ്യാണ്ട് എടുക്കണം. അപ്പൊ -5 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കിക്കേ. കമ്പ്യൂട്ട് 33800 ഡിവൈഡഡ് ബൈ 520 ഡിവൈഡഡ് ബൈ 5. അതെങ്ങനെ കൊടുക്കാം? ഡിവൈഡഡ് ബൈ 5 ഇതല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ 5 ഇനി എവിടെയാ പോവുക? നോക്കിക്കേ. 33800 ഡിവൈഡഡ് ബൈ 520 ഇൻറ്റു 5 എന്ന് വേണം എഴുതാം. ഡിവൈഡഡ് ബൈ എന്നൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ അതൊരു ഫ്രാക്ഷൻ a/b എന്നുള്ളൊരു ഫ്രാക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? b/a ആയിട്ട് കൺവെർട്ട് ചെയ്ത് എഴുതാം. ഇത് ഡിവൈഡഡ് ബൈ ഒരു സിംഗിൾ നമ്പർ ആണ്, 5 എന്ന് പറയുന്ന നമ്പർ. അത് തന്നെ എന്താവും? 520 ഡിവൈഡഡ് ബൈ 5 അല്ലെ? അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു തന്ന രീതി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താലും ആൻസർ കിട്ടും. എന്ത് ചെയ്യുക? 33800 നിന്ന് 520യെ ഡിവൈഡഡ് ബൈ 5നെ ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഞാൻ 520 ആദ്യം ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ എന്ത് കിട്ടും? 0 0 ക്യാൻസൽ ആയി. 52ല് 2 times 6, ഇവിടെ 1 6 9 0. Then again
13ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് 2 തവണ വരും. ഇവിടെ 7 തവണ 13. അത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരുടാ? 1 തവണ 13. അത് കഴിഞ്ഞാൽ ബാക്കി 39. 3 തവണ 0. വീണ്ടും 2ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്യുമ്പോൾ 65 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടിന്റെയും ആൻസർ 33800 ഡിവൈഡഡ് ബൈ 520ന്റെ ആൻസർ എനിക്ക് 65 ആണ്. ഇനി എന്ത് ചെയ്യണം ഞാൻ? 65 വീണ്ടും എനിക്കൊരു ഡിവൈഡഡ് ബൈ 5 ഉണ്ട് അല്ലെ, അത് ചെയ്യണം. അപ്പൊ 65 ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? 1 3. 13 ആണ് ആൻസർ. ഓപ്ഷൻ സി 13 ആണ്. ക്ലിയർ അല്ലേ? എങ്ങനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളത് ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഓർ അതർവൈസ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 33800 ഡിവൈഡഡ് ബൈ 520 ഇൻറ്റു 5 എന്ന് ചെയ്താലും ആൻസർ കിട്ടും. ഇതിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യത്തെ 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 3rd നമ്പറിനെ ഡിവൈഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിംപ്ലിഫൈ 25 പവർ 3/2. 25 പവർ 3/2 നമ്മൾ 8 പവർ നേരത്തെ ചെയ്തതുപോലെ 2 രീതിക്ക് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പറഞ്ഞത്? ഒന്നെങ്കിൽ 25നെ 5 സ്ക്വയർ എന്ന് എഴുതി ദ ഹോൾ പവർ 3/2 എന്ന് എഴുതാം. അപ്പൊ എന്തായി? 5 പവർ a പവർ m ഇൻറ്റു a പവർ 1/n സോറി a പവർ m ഇൻറ്റു a പവർ m ഇൻറ്റു 1/m എന്ന് എഴുതി n/m എന്ന് എഴുതി കഴിഞ്ഞാൽ m ക്യാൻസൽ ആയിട്ട് a പവർ n എന്ന് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ഇൻറ്റു 3/2 എന്ന് എഴുതി കഴിഞ്ഞാൽ സ്ക്വയർ സ്ക്വയർ ക്യാൻസൽ ആയി 5 ക്യൂബ് എന്ന് എടുക്കാം. അപ്പൊ നമ്മളുടെ ആൻസർ 125 ആണ്. ഓർ അതർവൈസ് ഞാൻ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു? 25 ദ ഹോൾ പവർ 3/2. അങ്ങനെ എങ്ങനെ എഴുതാം? 25 ക്യൂബ് അതിന്റെ മുകളില് 1/2. a പവർ m ഇൻറ്റു a പവർ n എന്താടാ? a പവർ m n. ഇങ്ങനെയല്ലേ എഴുതുക? അങ്ങനെ തന്നെ എഴുതി. അവിടെ m ഇൻറ്റു a അങ്ങനെ തന്നെ എഴുതി. തിരിച്ചെഴുതി. ഇനി 23 ഓക്കെ 23 പവർ 1/2 ദ ഹോൾ പവർ 3 എന്ന് എഴുതാം അല്ലെ. 1/2 ദ ഹോൾ പവർ 3. 25നെ എങ്ങനെ എഴുതാം? 25 സ്ക്വയർ റൂട്ട് ഓഫ് 25 ദ ഹോൾ ക്യൂബ് ആണ്. റൂട്ട് ഓഫ് 25നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 5 എന്ന് കിട്ടും. 5 ക്യൂബ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5 ക്യൂബ് എത്രയാ? 125. ആൻസർ ഓപ്ഷൻ സി 125. അപ്പൊ 2 രീതിക്ക് ചെയ്താൽ 5 സ്ക്വയർ എന്ന് 25നെ മാറ്റിയിട്ട് ഇവിടെ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് 5 ക്യൂബ് എടുത്താലും ആൻസർ കിട്ടും. ഓർ അതർവൈസ് 25നെ സ്ക്വയർ റൂട്ടിനകത്ത് കൊടുത്തിട്ട് അതിന്റെ ക്യൂബ് എടുത്താലും ആൻസർ കിട്ടും. എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ആൻസർ എങ്ങനെ ചെയ്താലും ഒന്നുപോലെ കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നോക്കിക്കേ. 4082 ഡിവൈഡഡ് ബൈ 157 മൈനസ് 23. എന്തുകൊണ്ടാണ് 157ൽ നിന്ന് 23 കുറച്ചിട്ട് ചെയ്യാത്തത്? ബോർഡ് മാസ് അല്ലെ. ബോർഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ കഴിഞ്ഞിട്ടേ സബ്ട്രാക്ഷൻ വരുന്നുള്ളൂ. അപ്പോ 4082ൽ നിന്ന് 187നെ ഡിവൈഡ് ചെയ്തിട്ട് മാത്രമേ 23 കുറയ്ക്കാവൂ. അപ്പോ 4082ൽ നിന്ന് 157നെ ഡിവൈഡ് ചെയ്യാൻ ഏത് ടേബിളിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും? 3 പറ്റുമോ? ഇല്ല. വേറെ ഏത് പറ്റും? 9 പറ്റുമോ? ഇല്ല. വേറെ ഏത് ടേബിളാ പറ്റുക? ക്യാൻസൽ ചെയ്യാൻ പാടാണ് അല്ലെ. അപ്പൊ 4082നെ ഞാൻ 157 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ കൊടുത്താൽ 7 3 21 2 15 7 1 3 4 പോകത്തില്ല അല്ലെ. ഇപ്പൊ 3ന്റെ ടേബിളിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോകത്തില്ല. ഇനി എത്ര കൊണ്ട് കൊടുക്കാൻ പറ്റും? ഇനി കൊടുക്കാൻ പറ്റുന്നത് 2 കൊണ്ടാണ്. 14 1 2 3. ഓക്കെ. ബാക്കി എത്ര കിട്ടി? 4 9 94 കിട്ടി. ബാക്കി 2 കൂടെ താഴെ ഇറക്കി. അപ്പൊ എന്തായി? 157 ഇൻറ്റു എത്ര ചെയ്താലാ കിട്ടുക? 942. 157ൽ നിന്ന് 6 ചെയ്താൽ കിട്ടുമോ? 157 ഇൻറ്റു 6 ചെയ്താൽ 942 കിട്ടും. അപ്പൊ എത്രയാ? 6 ചെയ്ത് 6 കൊടുത്തു. 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്നുള്ള വാല്യൂ കിട്ടും? 942 കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ എത്രയാ?
157 into 26 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4080 കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് 157 minus 23, 26 times 26 minus 23 ആൻസർ എത്ര കിട്ടിയതാ? +3 അല്ലെ? -3യും +3യും ഓപ്ഷനിലുണ്ട്. നമ്മുടെ ആൻസർ ഏതാ? +3 കാരണം 26 ആണ് വലിയ നമ്പർ, അവിടെ പോസിറ്റീവ് സിംബൽ ആണ്. അപ്പൊ നമുക്ക് ആൻസറും പോസിറ്റീവ് ആയിട്ടേ കിട്ടത്തുള്ളൂ. ഒരു ദിവസം നോക്കിക്കേ, സിംപ്ലിഫൈ 5/28 divided by 28/35 divided by 20/112. നമ്മൾ നേരത്തെ ചെയ്ത ഒരു മോഡലാണ്. എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞത്? 5/28 into 28/35 മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനിൽ ഇരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റുമ്പോൾ റെസിപ്രോക്കൽ 35/28 into 112/20. ഇനി ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? 7ന്റെ ടേബിളിൽ 4 തവണ 28, 5 തവണ 35. 5ന്റെ ടേബിൾ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്താലോ 2, 8, 28 ഇവിടെ ക്യാൻസൽ ആയി. ബാക്കി ഇനി എന്തുണ്ടടാ? 5/4 എന്നുള്ള ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. അതേതാ? ഓപ്ഷൻ ബി 5/4 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമോ? നോക്കിക്കേ, കമ്പ്യൂട്ട് 28854 divided by 458 എന്ത് ചെയ്യണം? into 9 ചെയ്യണം. നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ലേ? ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള മോഡലാണ്. ഡിവൈഡഡ് ബൈ വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡിവിഷൻ വെച്ച് വരുന്ന ഫ്രാക്ഷൻ വാല്യൂസ് ആണെങ്കിലും റെസിപ്രോക്കൽ എടുത്ത് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ ഇൻറ്റു കൊടുത്ത് ചെയ്യുക. ഡിവൈഡഡ് ബൈയിൽ 2 വാല്യൂസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് ചെയ്യുക. 9ന്റെ ടേബിളിന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3, 2, 0, 6. ഇനിയോ 2, 2, 9, 1 തവണ 6, 0, 3. ഇനി പോവോടാ 1603 divided by 229 ആണ്. അപ്പൊ 229ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1603 വരിക? 7 നോക്കിക്കേ, ചെയ്താൽ വരത്തില്ലേ? വരും. 3, 6, 0, 2, 6, 160. അപ്പൊ 229 into 7 ചെയ്യണം അല്ലെ? അപ്പൊ നമ്മളുടെ ആൻസർ എന്താ? 229 into 7. അപ്പൊ നമ്മളുടെ ആൻസർ 7 ആണ്. അതായത് ഓപ്ഷൻ സി 7 ആണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ അത്യാവശ്യം ഇതുവരെക്കും ചോദിച്ചിട്ടുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇതുവരെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പും ഇത് തന്നെയാണ് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളത്. ഈ ഡിവിഷൻ, ഈ ഫ്രാക്ഷന്റെ ഡിവിഷൻ വരുന്നതും സിംപ്ലിഫൈ ചെയ്യുന്നതും എക്സ് വെച്ച് വരുന്നതും വൈ വെച്ച് വരുന്നതും, പിന്നെ a + b into a - b the whole square. അത് കൂടുതലായിട്ട് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വേറെ കുറെ അതിന്റെ ടൈപ്സ് നോക്കും. അപ്പോ മാക്സിമം പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് ഇയർ നോക്കിയിട്ടുണ്ട്. അപ്പോ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.